നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന സിം കാർഡുകളെ കുറിച്ചാണ്. സിം കാർഡുകളെ സംബന്ധിച്ച് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ അത് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിം കാർഡുകളെ സംബന്ധിച്ച 5 കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാം. 1. സിം കാർഡ് അപ്ഡേഷൻ. 2. സിം കാർഡ് പോർട്ടിംഗ്. 3. സിം കാർഡ് ID പ്രൂഫ് ചേഞ്ചിങ്. 4. സിം കാർഡ് ഡ്യൂപ്ലിക്കേഷൻ. 5. റീചാർജ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം 4 നെറ്റ്വർക്കുകളാണ് ഇന്ത്യയിലെമ്പാടും മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BSNL, എയർടെൽ, ജിയോ, VI. VI എന്നാൽ ഐഡിയ വോഡോഫോൺ എന്നാണ്. നേരത്തെ ഐഡിയ ആയിരുന്നതും വോഡോഫോൺ ആയിരുന്നതും ഇപ്പോൾ ചേർന്ന് ഒരുമിച്ച് VI എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യമായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിം കാർഡുകളുടെ അപ്ഡേഷനെ കുറിച്ചാണ്. എന്താണ് സിം കാർഡുകളുടെ അപ്ഡേഷൻ? നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സിമ്മ് നമുക്ക് 4Gയിലേക്കോ 5Gയിലേക്കോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക സർവീസ് പ്രൊവൈഡർമാരും 5Gയിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലം മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിം കാർഡാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് എത്രയും വേഗം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയെന്ന് വിചാരിക്കുക, അതൊരു 5G മൊബൈൽ ഫോൺ ആണെന്ന് തന്നെ വിചാരിക്കുക. ആ മൊബൈൽ ഫോണിലേക്ക് നമ്മളൊരു 3G സിമ്മോ ഒരു 4G സിമ്മോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കാലം മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിം കാർഡാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അത് എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്ഡേറ്റ് ചെയ്യുവാനായി ഒന്നുകിൽ സർവീസ് പ്രൊവൈഡർമാരുടെ കസ്റ്റമർ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഇതേപോലെ സിം കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യുകയും സിം കാർഡുകൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് പോർട്ടിംഗ് ആണ്. പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള നമ്പർ മാറാതെ തന്നെ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ്. ഇപ്പോൾ നമ്മുടെ BSNL ആണെന്ന് വിചാരിക്കുക, നമുക്ക് അവിടെ നിന്നും എയർടെല്ലിലേക്കോ VIയിലേക്കോ ജിയോയിലേക്കോ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ മാറുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ചിലർക്ക് ഇത്തരം കാര്യങ്ങളൊരു പേടിയുണ്ട്. നമ്മൾ നമ്പർ മാറാതെ വേറൊരു കണക്ഷനിലേക്ക് പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ, നമ്മുടെ പാൻ കാർഡിൻ്റെ ഒക്കെ തന്നെ നമ്പർ മാറുമോ എന്നുള്ളത്. അങ്ങനെ ഒരു കാരണവശാലും മാറുകയില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ പേ അതേപോലെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനുകൾ ഒക്കെ തന്നെ ഒന്നുകൂടെ ലോഗിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് മറ്റ് നമ്മുടെ രേഖകളിലെ ഒന്നും തന്നെ നമ്പർ ചേഞ്ച് ആകുന്നതല്ല. എപ്പോഴാണ് നമ്മൾ ഒരു സിം കാർഡ് പോർട്ട് ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് നമ്മുടെ ഏരിയയിൽ വളരെ നെറ്റ്വർക്ക് കുറവാണെങ്കിൽ അവിടെ ഏറ്റവും പ്രോപ്പറായി നെറ്റ്വർക്ക് നൽകുന്ന വേറൊരു നെറ്റ്വർക്ക് പ്രൊവൈഡറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. നമ്മുടെ ID പ്രൂഫ് മാത്രമുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 72 മണിക്കൂറാണ് അത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് ആകുവാനായിട്ട് എടുക്കുന്നത്. 72 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 ദിവസം, അത് വർക്കിംഗ് ഡേ ആയിരിക്കണം. നിങ്ങൾ ശനിയാഴ്ച പോയിട്ടാണ് പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഞായറാഴ്ച കണക്കാക്കുകയില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ ആയിരിക്കും അവിടെ കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശനിയാഴ്ച പോർട്ട് ചെയ്തിട്ട് ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച ആയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. 3 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ്വർക്ക് വളരെ മോശമാണെങ്കിൽ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ID പ്രൂഫ് ചേഞ്ചിങ്. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ അത് നിങ്ങളുടെ പേരിലല്ല മറ്റാരുടെയെങ്കിലും പേരിലാണെങ്കിൽ നിലവിൽ ആ സിമ്മ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ID പ്രൂഫിലേക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോർട്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡിൻ്റെ ഉടമ ആരാണോ അവരുടെ ആവശ്യം നിങ്ങൾക്ക് വരുന്നേയില്ല. നിങ്ങളുടെ ID പ്രൂഫ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി അങ്ങനല്ല, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ നെറ്റ്വർക്കിൽ തന്നെ നിങ്ങൾക്ക് തുടരണമെങ്കിൽ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ VI ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ VIയിൽ തന്നെ നിങ്ങൾക്ക് തുടരണമെങ്കിൽ, അല്ലെ BSNL ആണെങ്കിൽ BSNL തന്നെ നിങ്ങൾക്ക് തുടരണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓഫീസിലേക്ക് പോകണം. ഇപ്പോൾ BSNL ആണെങ്കിൽ BSNL ഓഫീസിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിം കാർഡിൻ്റെ യഥാർത്ഥ ഉടമ ആരാണെങ്കിൽ അവരും ആവശ്യമായി വരും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിം കാർഡിൻ്റെ യഥാർത്ഥ ഉടമയെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ വളരെ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആ സിമ്മ് നിങ്ങളുടെ ID പ്രൂഫ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതാണ് സിം കാർഡ് ഡ്യൂപ്ലിക്കേഷൻ. ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ പലരും ചിന്തിക്കുന്നത് നമ്മൾ സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ എന്തോ കൊള്ളാത്ത സാധനമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സിമ്മിൻ്റെ അതേ ഒരു കോപ്പി നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. അല്ലാതെ മോശമായൊരു സാധനം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതല്ല. സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അതേ നമ്പർ തന്നെ മറ്റൊരു സിം കാർഡിലേക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് സർവീസിനായി നൽകുന്നു എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് നമ്മളൊരു സിം കാർഡ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സിം കാർഡ് ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡറുടെ ഓഫീസിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമ്മിൻ്റെ അതേ ID പ്രൂഫ് തന്നെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് തന്നെ നേരിട്ട് അനുഭവം ഉണ്ടായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞാൻ വ്യക്തമാക്കാം. എൻ്റെ ID പ്രൂഫ് ഞാൻ നേരത്തെ ആധാർ ഉപയോഗിച്ചിട്ടാണ് ഒരു സിം കാർഡ് എടുത്തിരുന്നത്. ആ സിം കാർഡിൽ എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സിം കാർഡ് കംപ്ലൈൻ്റ് ആയി. ഞാൻ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് ഓഫീസിലേക്ക് ചെന്നു. ജിയോയുടെ ആയിരുന്നു. ജിയോയുടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ എൻ്റെ നിലവിലുള്ള ആധാർ കാർഡാണ് ഞാൻ കൊടുത്തത്. അതായത് എൻ്റെ പേരിൽ തെറ്റ് വന്നിരുന്ന ആധാർ കാർഡ് ഞാൻ ചേഞ്ച് ചെയ്തു, പേര് തിരുത്തി ആ ആധാർ കാർഡാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അവിടെ എനിക്ക് സിം എടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം എൻ്റെ ID പ്രൂഫ് അവരുടെ കയ്യിലിരിക്കുന്നത് പഴയതാണ്. അപ്പോൾ നമ്മൾ പുതിയത് കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്യാതെ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ID പ്രൂഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേരോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ID പ്രൂഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പഴയ പ്രൂഫ് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് ഉപകാരപ്പെടും. ഇനി അടുത്തതായിട്ട് റീചാർജിങ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സിമ്മ് ഒരു കണക്ഷനിൽ നിന്നും മറ്റൊരു കണക്ഷനിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക, പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ BSNL നിന്ന് എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് BSNL അല്ല, എയർടെല്ലിലാണ്. പലർക്കും അത്തരം അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അബദ്ധങ്ങൾ പറ്റി പൈസ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കണക്ഷനിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് പുതിയ കണക്ഷൻ ഏതാണോ അതിലായിരിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ റീചാർജ് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ ഒരു റീചാർജ് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ തെറ്റായ റീചാർജ് ആണ് ചെയ്തതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ കൃത്യമായി വായിച്ച് നോക്കുക അതിൻ്റെ ഡേറ്റയും മറ്റു കാര്യവും. ഇപ്പോൾ ചിലർ റീചാർജ് ചെയ്യുന്ന സമയത്ത് 2 GB എന്ന് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടിക്കയറി റീചാർജ് ചെയ്യും. അവിടെ എമൗണ്ട് വളരെ കുറവായിരിക്കും, 179 199 ഒക്കെ ആയിരിക്കും റീചാർജിൻ്റെ എമൗണ്ട് വരുന്നത്. ആ എമൗണ്ടിൽ 2 GB കിട്ടുമെന്ന് കാണുമ്പോൾ ചാടി കയറി റീചാർജ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവിടെ 2 GB എന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് 28 ദിവസത്തേനോ അല്ല 24 ദിവസത്തേനോ ആകെ കിട്ടുന്ന ഡേറ്റയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി വായിച്ച് നോക്കുക. 2 GB പെർ ഡേ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു നല്ല കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.